ഹായ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മൾ തമ്പിനിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ വാച്ച് അവർ ഇൻക്രീസ് ചെയ്യുന്നതെന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോസാണിത് കേട്ടോ. ബിഗിനേഴ്സുകാർക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോസാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ പുതിയതായിട്ട് ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു ചാനലുള്ള ആൾക്കാർക്ക് ഒരു ഷോർട്സോ വീഡിയോസോ ഒക്കെ ഇടുമ്പം ഒരുപാട് ആഗ്രഹമുള്ളതായിരിക്കും നമുക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 1K എങ്കിലും നമുക്ക് വ്യൂസ് വേണം എന്നുള്ളത് അല്ലേ. അപ്പം അങ്ങനെയുള്ള അവർക്കും അതുപോലെ തന്നെ ഇനി ചാനലുള്ളവർക്ക് എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ പുതിയ യൂട്യൂബർക്കാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, അവർക്കാണെങ്കിലും അവരുടെ ചാനൽ ഫ്രീസ് ആകാനുള്ള മെയിൻ റീസണും കൂടിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നമ്മൾ ഈ ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ? നമ്മൾ ഷോർട്സ് ആയാലും വീഡിയോസ് ആയാലും ഒക്കെ നമ്മളിങ്ങനെ ഇട്ടുകൊണ്ടിരുന്നിട്ട് നമ്മൾ തന്നെ നമ്മുടെ ഷോർട്സും വീഡിയോസും ഒക്കെ കണ്ടിരിക്കുമ്പോൾ അതിനകത്ത് വാച്ച് അവറോ അല്ലെങ്കിൽ വ്യൂസോ ഒക്കെ കൂടുവോ അതിനൊക്കെയുള്ളൊരു മറുപടിയുമായിട്ടാണ് ഞാനപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അപ്പം നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ വീഡിയോസ് ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ നിന്ന്, അതായത് നമ്മുടെ അക്കൗണ്ടുള്ള നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ നമ്മൾ വീഡിയോസും ഷോർട്സും ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കത്തില്ലേ. അപ്പം അത് എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ചാനൽ തന്നെ ഫ്രീസ് ആകാനും അതുപോലെ നമുക്ക് വ്യൂസ് കുറയാനും അതുപോലെ തന്നെ ഡൗൺ ആകാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ യൂട്യൂബിൻ്റെ പോളിസി എന്ന് പറയുന്നതുണ്ടല്ലോ, നമ്മളൊരു ഷോർട്സ് ആയാലും ഒരു വീഡിയോസ് ആയാലും നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് യൂട്യൂബുകാർ തന്നെ ഒരു ആഡ്സ് അഡ്വർടൈസ്മെൻറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മുടെ ചാനൽ കാണുന്നവർ അത് ആഡ്സ് ക്ലിക്ക് ചെയ്തിട്ടാണ് ഇൻകം ആയാലും റവന്യൂ ആയാലും നമുക്ക് ഉണ്ടാക്കി തരുന്നത്. നമ്മൾ സ്വന്തമായിട്ടാണ് ആഡ്സ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്ന് നമ്മൾക്ക് എങ്ങനെയാണ് എപ്പോഴും നമ്മൾ ഷോർട്സും വീഡിയോസും ഒക്കെ കണ്ടുകൊണ്ടിരുന്നാൽ നമ്മൾക്ക് എങ്ങനെയാണ് നമ്മൾക്ക് ഇൻകം ആയാലും റവന്യൂ ആയാലും ഫീസ് ആയാലും കിട്ടുന്നത്? നമ്മളിപ്പോഴൊരു ലോൺ വീഡിയോ ആണ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നിരിക്കട്ടെ, അപ്പം 40% യൂട്യൂബിനും 60% നമ്മൾക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ ഷോർട്സിനകത്ത് 60% യൂട്യൂബിനും കിട്ടും, 40% മാത്രമേ നമുക്കും കിട്ടുകയുള്ളൂ. യൂട്യൂബ് തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിടുന്ന വീഡിയോസ് നമ്മൾ തന്നെ കയറി കണ്ടു കഴിഞ്ഞാൽ അത് ഇൻവാലിഡ് ക്ലിക്കായിട്ട് യൂട്യൂബ് പരിഗണിക്കുകയും നമ്മുടെ ചാനൽ ഫ്രീസ് ആകാനുള്ള കാരണമാകുകയും ചെയ്യുന്നു. പണ്ട് ഞാനും ഇങ്ങനെയായിരുന്നു കേട്ടോ. ഞാനൊരു ഷോർട്സ് ഇട്ട് കഴിയുമ്പോൾ അങ്ങനെ ഞാനന്ന് പണ്ടൊന്നും വീഡിയോസ് ഒന്നും ഞാൻ ഇടാറില്ലായിരുന്നു കേട്ടോ. മോണിയാകുന്നതിന് തൊട്ട് മുമ്പ് വരെ അങ്ങനെ അധികം വീഡിയോസൊന്നും ഞാൻ ഇടാറില്ലായിരുന്നു. പാചകത്തിൻ്റെയൊക്കെ എടുത്തിട്ടാലും നമുക്കധികം വ്യൂസ് ഒന്നും കിട്ടാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ഇടാറില്ല. അപ്പോൾ ഷോർട്സിനകത്ത് ശരിക്കും ഷോർട്സിനകത്തൊക്കെ എനിക്കിങ്ങനെ വ്യൂസ് കയറുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ, പിന്നെയും ഞാൻ എടുത്ത് വെച്ച് നോക്കിയിരിക്കുമായിരുന്നു. അങ്ങനെ ആയി. അന്നേരമൊന്നും ഇതുപോലെ പറഞ്ഞു തരാനൊന്നും ആരില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ കുറേ ആൾക്കാർ പിന്നെ ഇങ്ങനെ ഒത്തിരി യൂട്യൂബ് സെറ്റിങ്സൊക്കെ നമുക്ക് ചെയ്തു തരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ മെസ്സേജൊക്കെ ഇടുമ്പോൾ ഞാനിങ്ങനെ എടുത്ത് വെച്ച് നോക്കുകയായിരുന്നു. പക്ഷേ അവർ പറഞ്ഞതൊക്കെ സത്യമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ എന്നെപ്പോലുള്ള തെറ്റുകളൊക്കെ ആരെങ്കിലുമൊക്കെ ഇനിയും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു പ്രയോജനമാകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ ഇപ്പം കൊച്ചു വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയത് കേട്ടോ. ഞാൻ കുറേയൊക്കെ കാര്യങ്ങൾ എൻ്റെ എൻ്റെ അക്കൗണ്ടിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ചാനലിനകത്ത് ഞാൻ അവർ പറയുന്ന അതേ രീതിയിൽ ഓരോന്നോരോന്ന് മാറ്റി ഞാൻ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ ചാനലിനകത്ത് എനിക്ക് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ആയാലും നമുക്ക് വാച്ചർ കംപ്ലീറ്റ് ആകാനായാലും അതുപോലെ തന്നെ ഷോർട്സിനകത്ത് വ്യൂസ് ആയാലും ഒക്കെ എനിക്ക് അത്യാവശ്യം നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇതിലാണ് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പം എല്ലാവർക്കും ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് കൂട്ടാക്കിക്കോ കേട്ടോ. ബാക്കി എന്തെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള കൊച്ചു വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്വന്തം മൊബൈലിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം അക്കൗണ്ടുള്ള ഫോണിൽ നിന്ന് നമ്മൾ കാണാതിരിക്കുക, വീഡിയോസും ഷോർട്സും നമ്മൾ കാണാതിരിക്കുക. കണ്ടു കഴിഞ്ഞാൽ അത് പെട്ടെന്നായിരിക്കും നമ്മുടെ ചാനൽ തന്നെ ഇൻക്രീസ് ആയി പോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ആ ഒരു വഴിവക്കത്തെത്തിയതായിരുന്നു എൻ്റെതും. പക്ഷേ ഇപ്പം അതൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ ഞാൻ പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഷോർട്സും ഒക്കെ ഷോർട്സ് ആയാലും വീഡിയോസിന് അധികം വ്യൂസ് അങ്ങനെ കയറി തുടങ്ങിയിട്ടില്ല. കാരണം ഞാൻ ഒരുപാടൊന്നും വീഡിയോസ് ഇട്ടിട്ടില്ല. പക്ഷേ ഷോർട്സിനകത്തൊക്കെ ആയാലും അധികം വ്യൂസും കാര്യങ്ങളും എല്ലാം കയറി. ഞാൻ ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ ശരി, അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റാ, ബൈ, സീ യു.